നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി കരാട്ടെ ഫാമിലിനെയാണ്. പോത്താനിക്കാട്, അതായത് മൂവാറ്റുപുഴ കോതമംഗലം ഇടയിലുള്ള ഒരു പോത്താനിക്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലുള്ള ഒരു കരാട്ടെ മാസ്റ്ററാണ് സെൻസൈ രാജ തോമസ്. നമസ്കാരം സെൻസൈ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സെൻസൈ, ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും എന്താണ്? ഇത് ശരിക്കും സ്ഥലം പോത്താനിക്കാട് തന്നെയാണ്. സ്ഥലം പോത്താനിക്കാട് തന്നെയാണ്. പഞ്ചായത്ത്, വില്ലേജ് എല്ലാം ഇവിടെ പോത്താനിക്കാട് തന്നെയാണ്. അത് ശരി. സെൻസൈയും എത്ര കുട്ടികളാണ് സെൻസൈക്കുള്ളത്? എനിക്ക് 4 പിള്ളേരാണ് ഉള്ളത്. പിന്നെ മമ്മിയുണ്ട്, വൈഫ്, ചാച്ചൻ മരിച്ചുപോയി. അത് ശരി. ഇവരെല്ലാവരും കരാട്ടക്കാരാണ്? എല്ലാവരും കരാട്ടക്കാരാണ്, കരാട്ട ഫാമിലിയാണ്. മമ്മിയാണ് രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ബാക്കി ഞങ്ങൾ എല്ലാവരും കരാട്ട ഫാമിലിയാണ്. അപ്പൊ സെൻസൈ എവിടെയാണ് ആദ്യമായിട്ട് കരാട്ടെ സ്റ്റാർട്ട് ചെയ്യണത്? ഞാൻ കരാട്ട ശരിക്കും പറയാൻ ഒരു 28 വർഷം മുമ്പാണ് കരാട്ട സ്റ്റാർട്ട് ചെയ്തത്. അത് ചീനിക്കുഴി എന്ന് പറഞ്ഞ എൻ്റെ സ്വദേശമാണ്. ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ താമസം മാറിയിട്ട് ശരിക്കും പറഞ്ഞൊരു 10-15 വർഷത്തിൽ താഴെ ആവുന്നുള്ളൂ. അതിന് മുമ്പ് ചീനിക്കുഴി എന്ന സ്ഥലത്താണ്. അവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കരാട്ടെ പരിശീലനം ആരംഭിക്കുന്നത്. അവിടെ ഒരു ഗ്രീൻ ബെൽറ്റ് വരെ ആ ചീനിക്കുഴി എന്ന സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് നമ്മുടെ പ്രസിഡൻസി കോളേജ് എന്നൊരു കോളേജ് നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ ജിജി മാഷ് എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ, എന്നെ പഠിപ്പിച്ച മാഷിൻ്റെ മാഷാണ്. ആ മാഷിൻ്റെ അണ്ടറിലാണ് പിന്നെ ബാക്കിയുള്ള തുടർ പഠനം ഉണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ സീനിയർ മാസ്റ്റർ ആരായിരുന്നു? അന്നത്തെ സീനിയർ മാസ്റ്റർ വെച്ചാൽ നമ്മൾ സൺഷിഹായ് എന്ന് പറഞ്ഞൊരു സ്കൂളിൻ്റെ അണ്ടറിലായിരുന്നു നമ്മൾ നേരത്തെ അന്ന് നിന്നുകൊണ്ടിരുന്നത്. ജോൺസൺ മാസ്റ്ററിൻ്റെ അണ്ടറിൽ ആണ് അന്നത്തെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. അത് ശരി. അത് ഏതാ സ്റ്റൈലായിരുന്നത്? ഷിറ്റൂർ സിലബസ് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷിറ്റൂർ സിലബസ് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. അത് ശരി. പിന്നെ അതിന് ശേഷം വേറെ ഏതൊക്കെ മാസ്റ്റർമാരെ പ്രാക്ടീസിന് പോയിട്ടുണ്ട്? അതിനുശേഷം നമ്മൾ ശരിക്കും ഞാൻ കുറച്ച് കാലം ജോലി സംബന്ധമായിട്ട് വിട്ടു വന്നു. അപ്പം പല സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടുതൽ നമ്മളൊരു ഇതൊരു പാഷനായിട്ട് തന്നെ കൊണ്ടുനടക്കുന്നതായിരുന്നു. പക്ഷേ എന്നാലും ഫിക്സഡായിട്ട് ഇതങ്ങ് ഫോളോ ചെയ്യാൻ ആ സമയത്ത് പറ്റില്ല. അതിനിടയ്ക്ക് കുറച്ച് നമ്മൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ കുറച്ച് ഈ ബോൺ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം അതുകൊണ്ടാണുള്ള സാഹചര്യം അങ്ങനെയാണ്. ഇതിലേക്ക് കിടക്കാൻ വേണ്ടി ശരിക്കും ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് പഠിച്ചതല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പഠിച്ചതാണ്. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കോട്ടയം മെഡിക്കൽ ഡോക്ടർമാർ ഒരു പ്രാവശ്യം പറഞ്ഞു. എനിക്ക് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എക്സ്ട്രാ ബോൺസൊക്കെ, എനിക്ക് 2 എക്സ്ട്രാ ബോൺസ് ഉണ്ട്, പിന്നെ ലൂസ് ബോഡി എന്ന് പറഞ്ഞ കുറച്ച് പ്രശ്നമുണ്ട്. ഒക്കെ അത് അറിഞ്ഞ ശേഷമാണ് നമ്മൾ അത് 10-20 വയസ്സിലായിരിക്കണം അറിയണേ. ആ ഒരു സമയത്താണ് നമ്മൾ ഇതുമായിട്ടൊന്ന് ഒറ്റപ്പെട്ടു പോകണമെങ്കിൽ അന്നത്തെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. കരാട്ടെ പഠിച്ച ആളാണ്, നമുക്ക് അന്നത്തെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. പിന്നെ ഞാൻ എന്നും എവിടെ ജോലിക്ക് പോയാലും എൻ്റെ ആദ്യത്തെ യൂണിഫോം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം തന്നതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് വരുമ്പോൾ തോന്നുമ്പോൾ ഞാൻ അന്ന് ആ യൂണിഫോം എടുത്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കൊരു നല്ലൊരു ഉന്മേഷം വന്നിരുന്നു. അപ്പം ഈ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഞാനതിന് പിന്മാറാൻ തയ്യാറായില്ല അന്നത്തെ കാലത്ത്. എനിക്ക് നേരിടാൻ സാധിക്കുമെന്ന് തോന്നിയുകൊണ്ട് അന്ന് മെഡിസിൻസും അധികം ഉപയോഗിക്കാൻ പാടില്ല, കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ പല ഭാഗത്ത് നമ്മൾ ജോലി സംബന്ധം വർക്ക് ചെയ്തപ്പം അവിടെ ആ അടുത്ത് കിട്ടുന്ന ലോക്കലാണെങ്കിൽ പോലും കിട്ടുന്നതിലുള്ള നല്ല ചില ഇങ്ങനത്തെ ബോൺ സംബന്ധ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മാസ്റ്റർമാരെ കീഴിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞപ്പം മിക്കവരും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നാടൻ വൈദ്യം ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽപ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 10-23 വർഷത്തെ ഒരു അനുഭവം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. കല്യാണത്തിന് മുമ്പ് മൊത്തം അങ്ങനെ ഒത്തിരി നാൾ കറങ്ങി നടന്നു. കല്യാണത്തിന് ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയത്. അതിനുശേഷമാണ് വീണ്ടും നമ്മൾ ഈ കരാട്ടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അത് ഷിഗാൻ ജോസ് എന്ന് പറഞ്ഞ ഷിഗാന്റെ അണ്ടറിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷിംബുഖാനിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് MS രവീന്ദ്രൻ മാഷിന്റെ അണ്ടറുള്ള സ്കൂളിലാണ് ഇപ്പം നിൽക്കുന്നത്. 8 വിഷയങ്ങളിൽ ലോ റെക്കോർഡുള്ള ഡോക്ടർ കെ ജെ ജോസഫ് മാഷിന്റെ അണ്ടറിലുള്ള സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാ വിഷയത്തിലും. എനിക്ക് ഞാൻ ഇവിടെ ജോസഫ് മാഷ് എൻ്റെ ആദ്യയോഗയിലൊക്കെ ഡിപ്ലോമ എടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ലോസ് ഒക്കെ ഉണ്ടാകുമ്പം അതൊക്കെ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു നല്ല ഉപദേശം കാര്യങ്ങളൊക്കെ തരുന്ന കെ ജെ ജോസഫ് മാഷാണ്. അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ഒന്നുകൂടെ ബലപ്പെടുത്തി എന്ന് വേണം പറയാം. അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഞാൻ നിലവിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി.
അപ്പൊ സെൻസയുടെ വൈഫ് ഇതിനകത്തേക്ക് വരാനുള്ള കാരണം എന്താണ്? ഞാൻ ആദ്യമായിട്ട് കൊച്ചിന് ഏഞ്ചലിനെ കൊണ്ടുവിടാനാണ് കരോട്ട ക്ലാസ്സിൽ പോയി തുടങ്ങി. ഞാനായിരുന്നു സ്ഥിരം കൊണ്ടുവിടുന്നത്. കാരണം ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും. അപ്പം എനിക്ക് ഇവർ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷെ ടെൻഷൻ, ഇവർ ചെയ്യണ ഓരോ മൂവ്മെൻറ്റ്സ് അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നമ്മൾ ഓർത്തിരിക്കുമോ എന്തൊക്കെയാന്നുള്ള ആ ടെൻഷനും കൊണ്ട് ഞാനൊരു 3 വർഷം മുമ്പേ ഫസ്റ്റ് കത്ത വഴിച്ചതാണ്. പക്ഷെ കയറാനുള്ള മടി കൊണ്ടാണ് ഇത്രയും നാളും ഒരു 2024 വരെ നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഡോക്ടർ ജോസഫ് മാഷിൻ്റെ അടുത്ത് പോയി. അപ്പം മാഷ് ഇങ്ങനെ കുറച്ച് ഉപദേശം എനിക്ക് തന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോയതല്ല, ഹസ്ബൻഡിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് കാണാൻ പോയതാണ്. അപ്പൊ ഞാനും പോരാന്നും പറഞ്ഞ് ഞാൻ പോയി. അപ്പൊ മാഷിങ്ങനെ എന്നോട് പറഞ്ഞു ചെയ്യണം, പുറകോട്ട് നിൽക്കരുത്. ഇപ്പൊ മക്കളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവരുടെ കൂടെ അവരുടെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവരുടെ കൂടെ ചെയ്ത് ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ ഫസ്റ്റ് ബെൽറ്റ് എടുത്തത്. ഈ അടുത്താണ് ഫസ്റ്റ് ബെൽറ്റ് എടുത്തത്. അപ്പൊ അതോടുകൂടി എനിക്ക് ഭയങ്കര ഒരു മനഃശക്തി പോലെയാണ്. ഇനി എനിക്ക് അടുത്ത ബെൽറ്റ് ഉടനെ തന്നെ എടുക്കാൻ, അടുത്ത ഫസ്റ്റ് ടെസ്റ്റിന് തന്നെ എടുക്കണം എന്ന് ഓർത്ത് ഞാൻ പിന്നെയും പഠിക്കുന്നുണ്ട്. 4 പേരും കരോട്ട പഠിക്കുക. അപ്പൊ ഇവരുടെ അടുത്ത് ഈ ഗുസ്തിയൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ, ഇവര് ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സ് ബലം പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാനും ഒരു കരോട്ട പഠിക്കണം എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷന് പുറത്താണ് ഞാൻ ഇപ്പൊ രണ്ടും കൽപ്പിച്ച് കരോട്ട പഠിക്കാൻ ഇറങ്ങിയത്. ഇത് മൂത്ത കുട്ടിയല്ലേ? മോളുടെ പേരെന്താണ്? ഏഞ്ചൽ രാജ. ഏഞ്ചൽ രാജ. ഏഞ്ചൽ രാജ മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? അതെ. എവിടം വരെ മത്സരത്തിന് പോയിട്ടുണ്ട്? നാഷണലിൽ പോയിട്ടുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് ജയിച്ച് നാഷണലിലേക്ക് എത്തിയിട്ടുണ്ട്. നാഷണലിൽ മെഡൽ എടുത്തിട്ടുണ്ടോ? തേർഡ് പ്രൈസ് ഉണ്ട്. കൺഗ്രാജുലേഷൻ. അപ്പോ സെൻസായി നേരത്തെ പറയണ കേട്ടു ഏതൊരു റെക്കോർഡ് ഉണ്ടെന്ന്. അതെന്താ? ഹൈ റേഞ്ച് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. എന്തിലാത്ത? പുഷപ്പ് ഇടുക. 1 മിനിറ്റിലെ 96 പുഷപ്പ് എടുക്കുക. 1 മിനിറ്റില് 96 പുഷപ്പ് ഇടുക. വേൾഡ് റെക്കോർഡ്. ഏത് പ്രായത്തില്? 4ലൊക്കെ പഠിക്കുമ്പോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ സെൻസായി ഏതൊരു ചികിത്സാ രീതിനെ പറ്റി പറഞ്ഞു. അതായത് കെയറോ പ്രാക്ടിക്കൽ അല്ലേ? എന്താണത്? ഇത് കൈറോപ്രാക്ടിക്കൽ ശരിക്കും പറഞ്ഞൊരു ചികിത്സ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞൊരു ശരിക്കും നമ്മുടെ എൻ്റെ ഒരു 20 വർഷത്തെ ഞാൻ കൈറോപ്രാക്ടിക്കല് DCBയിൽ ഡിപ്ലോമ ഉണ്ട്, പഞ്ചകർമ്മയില് ഡിപ്ലോമ ഉണ്ട്, ആയുർവേദ നഴ്സിംഗിൽ ഡിപ്ലോമ ഉണ്ട്, യോഗയില് ഡിപ്ലോമ എടുത്ത ആളാണ്. പ്ലസ് കരാട്ടയില് നമ്മൾ 4th റാങ്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ്. നാഷണൽ കോച്ചോടെയാണ്. ഓക്കെ, കോച്ചിലെ നാഷണൽ കോച്ച് ലൈസൻസ് ഉണ്ട്. ഒപ്പം നമ്മൾ ഒരു 10-20 വർഷത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ മനുഷ്യന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം ആ ഒരു മനുഷ്യൻ്റെ ശരീരഘടനയ്ക്കുള്ള വ്യത്യാസങ്ങളാണ്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. പക്ഷേ ഇപ്പം എല്ലാവരും ഒരു 3 പേര് എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരാൾ അസുഖമുള്ള ആൾക്കാരായിരുന്നു. പല ഡോക്ടർമാരെ പോയി കണ്ടു. അപ്പം മരുന്ന് മേടിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും അസുഖം മരുന്നു എന്നും പറഞ്ഞ് എല്ലാവർക്കും പരാതിയാണ്. ഒരിക്കലും ആ ഒരു ഡോക്ടറുടെ കഴിവേടോ അല്ലെങ്കിൽ ആ ഡോക്ടറിന് ക്വാളിറ്റി ഇല്ലായിട്ടോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മരുന്നിന് ക്വാളിറ്റി ഇല്ലായിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സെൻസേഷൻ്റെ കുറവാണ്. ശരിക്കും പറഞ്ഞു അവരെ ശരീരം അവർക്കുള്ള അസുഖം എന്നാന്ന് നമ്മൾ ഇപ്പോഴത്തെ നൂതന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും കണ്ടെത്താം. പക്ഷെ കണ്ടെത്തി നമ്മൾ അത് മനസ്സിലാക്കിയാൽ പോലും നമ്മുടെ ശരീരം ഇന്ന അസുഖം എനിക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന്. പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിനുള്ള സൊല്യൂഷൻ നമുക്കുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സൊല്യൂഷൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ ഒരു സ്ട്രെച്ചിങ് ആണ് ചെയ്യുന്നത്. ഒരു ചികിത്സ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്ട്രെച്ചിങ് ആണ്. ഇതിന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ അവരുടെ ശരീരത്തെ തന്നെ അറിയിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് എല്ലാവർക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ യോഗയും പിന്നെ റേക്കി പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് നമ്മുടെ ആ ഒരു ഹാൻഡ് പവർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവരെ തന്നെ അത് അറിയിക്കാനും അത് കഴിഞ്ഞ ശേഷം അവരെ ആ ശരീരത്തിലുണ്ടാകുന്ന ഘടന വ്യത്യാസം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുകയും ചെയ്താൽ ഒരുമാപ്പെട്ട എല്ലാ അസുഖത്തിനും നമുക്ക് സൊല്യൂഷനുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വരുവാണ്. ഞാനൊരു 1000-ഓളം അടുത്ത് ആൾക്കാരെ നമുക്ക് പലവിധ വിഷയങ്ങളുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചികിത്സ എന്ന് ശരിക്കും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പല ചെക്കപ്പും ചെയ്ത് എല്ലാ റിപ്പോർട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ അവർക്കെല്ലാം അവരുടെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നൊക്കെ അവർക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. നല്ല നല്ല ഡോക്ടർമാരെ കണ്ടിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളുണ്ട്. അവർ വിഷയം അവർക്ക് അസുഖം പൂർണ്ണമായിട്ട് സെറ്റാകുന്നില്ല, മാറുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അത് നമ്മൾ നമ്മുടെ രീതിയിൽ അവരെ ഒന്നുകൂടെ നോക്കും. നമ്മൾ മർമ്മസ്ഥാനത്ത് കുറേ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഇന്ന മർമ്മസ്ഥാനത്തൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ കണ്ടെത്തുന്നു. പിന്നെ അവരൊരു വേരിയേഷൻ അവരുടെ കാലിന് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് വേരിയേഷൻ നമുക്ക് കാലിൽ നോക്കിയാലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു അപ്പർ ബോഡിക്ക് മുകളിലുള്ള തൊറാസിക്ക് മുകളിലേക്കുള്ള സെർവിക്കൽ ഏരിയയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവരെ കൈവിരലെ നോക്കിയാൽ അറിയാൻ പറ്റും. അവരൊരു കയ്യിൽ പിടിച്ച് നോക്കിയാൽ നമ്മൾ വിരലുകൾ ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ലോവർ തൊറാസിക്ക് അതിൻ്റെ ലംബർ ഏരിയ സാക്രം ഏരിയയിലുള്ള പ്രശ്നങ്ങളൊക്കെ വിഷയം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വ്യക്തിയുടെ കാൽവിരലുകളിൽ നിന്ന് വരെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ആ ഒരു നമ്മുടേതായ രീതിയിൽ നമ്മളൊരു അവരുടെ ശരീരത്തെ മൊത്തത്തിൽ നോക്കിയിട്ട് അവർ പറഞ്ഞ വിഷയം മാത്രമാണോ അവർക്കുള്ളത്, അല്ല അതല്ലാതെ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് അത് അവർക്ക് വന്ന ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാഹനം എടുത്താൽ നമ്മൾ വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന പോക്കാണ് നമ്മൾ മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു അലൈൻമെൻറ്റ് ചെയ്യണേ. ഒരു വാഹനത്തിന് അലൈൻമെൻറ്റ് മാറ്റം വന്നാൽ ആ വണ്ടിയുടെ ടയർ വെട്ടിത്തെയ്യും. ശരിക്കും ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് അലൈൻമെൻറ്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ മുട്ടിന് തേയ്മാനം ഉണ്ടാവാം, പല ബോൺസിന് വിഷയം ഉണ്ടാവാം. അതുമൂലം അവരുടെ നെർവസ് സിസ്റ്റം ചേഞ്ച് ആവും, അവരുടെ സെൻസേഷൻ കുറഞ്ഞു പോകും. അപ്പം അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ബ്ലോക്ക് ഉണ്ടായാൽ പോലും ചിലപ്പോൾ അവർക്കത് നമുക്കത് അവരെ രക്ഷിക്കാൻ കുറച്ച് പാടാണ്. അവർ സെൻസേഷൻ്റെ കുറവാണ്, അവരെ ഹാർട്ട് വീണ്ടും റീസ്റ്റാർട്ടാണ് ഉള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ സൈലന്റ് അറ്റാക്ക് ഒക്കെ വന്ന് ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആയിട്ട് തന്നെ ഈ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത്രയും നേരം ഞങ്ങൾക്ക് തങ്ങളുടെ വിലപ്പെട്ട സമയം അനുവദിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്പനും മക്കളും ഭാര്യയും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കരാട്ടെ ജീവിതം മുന്നോട്ട് പോട്ടെ, നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു മാർഷൽ ആർട്സ് മാസ്റ്ററെ പരിചയപ്പെടുത്തുന്നതിന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം.